സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്തിന് മുന്നിൽ വെച്ച് നടന്ന പ്രതിഷേധ ധർണ മുൻ MLA TM ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. യാതൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മളെ അനുദിനം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അതിനോട് 100% കൂറ് പുലർത്തിക്കൊണ്ട് LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും പ്രസിഡന്റുമാരുമൊക്കെ ഇതേ നിലപാടെടുക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം മുഖ്യമന്ത്രിയെ പോലെ 10ഉം 15ഉം എസ്കോർട്ട് വണ്ടിയൊന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവില്ലല്ലോ, റോഡിൽ ഇറങ്ങി നടക്കേണ്ടി വരില്ല. എന്നിട്ട് പോലും ഇതിനെയൊക്കെ ന്യായീകരിക്കാനും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാവും എന്ന് പറയാനും അവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എല്ലാ പഞ്ചായത്തിലും മുൻപിലും UDF കോൺഗ്രസ് കമ്മിറ്റിയും UDFും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചായത്തിന് മുമ്പിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ വില്ലേജ് ഓഫീസിന് മുമ്പിലൊക്കെ സമരങ്ങൾ നടത്തുകയാണ്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കഴിഞ്ഞ കോവിഡ് കാലം മുതൽ സജീവമായി വീടുകളിലേക്ക് ആരും ചെല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹൃതമാവാനും നടന്നിരുന്ന ആശാ വർക്കർമാർക്ക് ഗവൺമെൻറ് കൊടുക്കാനുള്ള ആനുകൂല്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ളത് അല്ലാതെ പുതിയ ആനുകൂല്യങ്ങളല്ല. നിയമപരമായി ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കാതെ അതിന് വേണ്ടി നിരന്തരമായി വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ട് നിവേദനം കൊടുത്തിട്ടുള്ള ആശാ വർക്കർമാരോട് ഈ കാര്യം ഉടനെ നടപ്പിലാക്കാൻ സാധിക്കും, കേന്ദ്രം ഉടനെ കനിയണം എന്നാണ് അവരോട് പറഞ്ഞത്. ഇതിലും വലിയ പുലിയാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അവർക്ക് നാട്ടിലുള്ള ആരെയും കണ്ടാൽ മനസ്സിലായിട്ട് തന്നെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ടുള്ളവർക്ക് നാട്ടുകാരെ കണ്ടാൽ തന്നെ മനസ്സിലായിട്ട് പാർട്ടി എന്ന് പറഞ്ഞ സാധനം പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴാണല്ലോ പാർട്ടിയായിട്ട് വന്നത് അവർ. അപ്പം അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് ഇത് ശരിയാക്കാം എന്ന് പറയേണ്ട ഒരു ഗതികേട്, BJP ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഇത് ശരിയാക്കാമെന്ന് പറയേണ്ട ഗതികേട് LDFന്റെ ഗവൺമെന്റിന് വന്നു എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അവർ ശരിയാക്കുന്നതാണ് പറഞ്ഞത്. എന്നാൽ അവരും കൂടി സമരരംഗത്ത് പിന്തുണയായി വന്നപ്പോൾ പിന്നെ നിവൃത്തികേട് കൊണ്ട് CITU തന്നെ ഇന്നലെ മുതൽ സമരത്തിന് വന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കാൽനടക്ക് പോലും യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഗ്രാമപഞ്ചായത്തായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഇന്ന് അതമ്പതിച്ചു നിൽക്കുകയാണ്. അത്രമാത്രം ദുരിതപൂർണമാണ് ഇവിടുത്തെ പഞ്ചായത്ത് റോഡുകൾ. നിരന്തരമായി പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ജൽജീവൻ്റെ പേര് പറഞ്ഞ് ഇന്നും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. എന്നാൽ തൊട്ടടുത്ത വള്ളത്തോൾ നഗർ പഞ്ചായത്തിലും ചേലക്കര ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ, പൈപ്പുകൾ ഇട്ട് ടാർ ചെയ്തിരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പഞ്ചായത്തിൽ മാത്രമാണ് ഇത്തരം പ്രവർത്തികൾ നടന്നു കാണാൻ നമുക്ക് സാധ്യമാവാത്തത്. തന്നെയുമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ കൂരയില്ലാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് തലചായ്ക്കാൻ വീട് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണസമിതികൾ നിരന്തരമായി ജാഗ്രത പുലർത്താറുണ്ട്. ഇന്ന് ലൈഫിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കാനുള്ള അവസരം നിഷേധിച്ചിരിക്കുകയാണ് ഈ പഞ്ചായത്ത്, സംസ്ഥാന സർക്കാർ. നമുക്കറിയാം 561ഓളം ലൈഫ് ഭവന പദ്ധതിയിൽ
പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ ഈ പഞ്ചായത്തിലുണ്ട്. 200ഓളം പേര് മാത്രമാണ് ഇവിടെ എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ളൂ. 65 പേർക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ 4 വർഷത്തോളമായി അവർക്ക് വീട് വെക്കാനുള്ള സംഖ്യ കൊടുത്തിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ജേസൺ, കോൺഗ്രസ് നേതാക്കളായ KV ശിവദാസൻ, ഗിരിജ വല്ലഭൻ, ജോണി മണിച്ചിറ, CP ഗോവിന്ദൻകുട്ടി, വാസുദേവൻ, രാജൻ വെട്ടത്ത്, വാർഡ് മെമ്പർമാരായ രാധാകൃഷ്ണൻ, ഉഷ, രാജശ്രീ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, പാഞ്ഞാൾ.